ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ വെയിറ്റ് ലോസിലാണ് ഇരിക്കുന്നത്. 16/8 എന്ന് പറയുന്ന മെത്തേഡിലാണ്. അത്യാവശ്യം കുറച്ച് ദിവസങ്ങളായി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലോങ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെയിറ്റ് ലോസിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്തോളൂ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള ടൈം ഉണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരെല്ലാവരും ജോയിൻ ചെയ്യുക. പിന്നെ ഇന്നെന്താ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് ഇട്ട് തന്ന ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ മൊത്തത്തിൽ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം, ഷുഗർ ഏത് രീതിയിലുണ്ട്, ഷുഗറിനെ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള എല്ലാത്തിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഷുഗർ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ള ടിപ്സും ട്രിക്സും ഒക്കെ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും കയറി കാണുക. അപ്പൊ ഞാൻ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കായിട്ട് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ തന്നെയാണ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ടൈമിൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയും എന്നുള്ള ഒരു കാര്യത്തിൽ ട്രൂ ആണോ, അതെങ്ങനെ കുറയും എന്നുള്ളതിന്റെ അത് ഏതൊരു മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നറിയാം. നമ്മൾ കുറച്ചു നേരം ഒരു ഫാസ്റ്റിംഗ് ടൈമിലായിരിക്കും, അതുപോലെ തന്നെ കുറച്ചു നേരം നമ്മൾ ഈറ്റിംഗ് വിൻഡോയിലായിരിക്കും എന്നുള്ള ഒരു റേഷ്യോയിൽ നമ്മൾ പോകുന്നതാണ് ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു ഡയറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറ്റ് ആണ്, എന്നാൽ അല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അതൊരു ലൈഫ് സ്റ്റൈലായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിന്റെ ഒരു ലോങ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് 11 കിലോ കുറച്ചത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലൂടെയാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ബെല്ലി ഫാറ്റ് കുറയ്ക്കുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബെല്ലി ഫാറ്റ് കുറയ്ക്കും. എന്റെ ബെല്ലി ഫാറ്റ് കുറഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കുറഞ്ഞു വരുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറയാനുള്ള ഒരു ടൈം ആയിട്ടില്ല. ആ ഒരു ടൈം എപ്പോഴാണെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ബെല്ലി ഫാറ്റ് കുറയ്ക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസ് യൂസ് ചെയ്യുന്ന നമ്മുടെ ബോഡി ഗ്ലൂക്കോസ് യൂസ് ചെയ്യുന്ന പ്രോസസ്സ് പതുക്കെ സ്റ്റോപ്പ് ആകുകയും ആ ഒരു സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റിനെ പതുക്കെ ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുകയാണ്. ആ ഒരു സമയത്ത് ഈ പറയുന്ന ഫാറ്റ് ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാറ്റ് ബേൺ പെട്ടെന്ന് ആവില്ലേ? അത് തന്നെയാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പെട്ടെന്നിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് മെറ്റാബോളിസം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റിനെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഫാറ്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിംഗിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഫാറ്റിനെ ബേൺ ചെയ്യുകയും അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ഫാറ്റ് വെച്ചിട്ടായിരിക്കും നമുക്ക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് രണ്ടും കൺവേർട്ട് ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. അത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡാണ്. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റിംഗിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം ഓട്ടോഫാഗി എന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. ഓട്ടോഫാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവശ്യമില്ലാത്ത ഈ കൊഴുപ്പ് ഫാറ്റിനെ കളയുന്ന ആ ഒരു പ്രോസസ്സാണ് ഓട്ടോഫാഗി എന്ന് പറയുന്നത്. ഈ സമയത്ത് ഡാമേജ് സെല്ലിനെ റിമൂവ് ചെയ്ത് പുതിയ സെൽസ് ബിൽഡ് ചെയ്യാനും അതുവഴി എന്ന് വെച്ചാൽ ഡാമേജ് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കൊഴുപ്പ് ഈ ഡാമേജ് ആക്കിയിട്ടുള്ള എല്ലാം അതെടുത്ത് കളയുകയും അതുവഴി കൂടെ നമുക്ക് പുതിയ സെല്ല് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റ് ഇല്ലേ, നമ്മുടെ വയറിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ ഒരു ഫാറ്റിനെ മൊത്തത്തിൽ എടുത്ത് മാറ്റിയിട്ട് പുതിയ നല്ല ഫ്രഷ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ള സെല്ല് നമുക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോർട്ടിസോൾ ലെവല് അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കോർട്ടിസോൾ എന്ന് പറയുമ്പോൾ സ്ട്രെസ് ഹോർമോൺ ആണ്. എന്റെ വീഡിയോ കാണുന്നവർക്കെല്ലാം അറിയും, ഞാൻ ഈ വാക്ക് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനം കൂടുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നമുക്ക് ഫാറ്റ് എന്ന് പറയുന്ന സാധനം കൂടും. ബെല്ലി ഫാറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് എല്ലാം കൂടുകയും നമുക്കത് ബെല്ലി ഫാറ്റ് ആയിട്ട് പുറത്തു വരികയും ചെയ്യുന്നു. ഈ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഈ കോർട്ടിസോൾ നമ്മൾ സ്ട്രെസ് ഹോർമോണ് കൺട്രോൾ ചെയ്യുകയും അവിടെ നമുക്ക് കൊഴുപ്പ് അക്യൂമുലേറ്റ് ചെയ്യാതെ ഇരിക്കാനും ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലൂടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നു. അത് ഹെൽപ്പ് ചെയ്യുന്നു, ഫാറ്റ് ബേൺ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഏത് മെത്തേഡ് എടുത്താലാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നമുക്ക് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് 16/8 ആണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ക്ലീൻ ആയിട്ട് കൊണ്ടുപോവുക, വേറെ ജങ്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കൊണ്ടുപോവുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സ്, ഇന്ന് നല്ല ഫുഡ് കഴിക്കുന്നു, നാളെ നമ്മൾ കുറച്ച് ഡയറ്റിൽ എടുക്കുന്നു. നല്ല ഫുഡ് മീൻസ് വലിയ കുഴപ്പമില്ലാതെ ജങ്ക് ഓവറായിട്ട് എടുക്കാത്ത രീതിയിലുള്ള നോർമൽ ഫുഡ് കഴിക്കുന്നു, പിറ്റേ ദിവസം ഡയറ്റ് എടുക്കുന്നു. ആ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് 5:2 മെത്തേഡാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം നമ്മൾ ഫാസ്റ്റ് ചെയ്യും, ബാക്കി 5 ദിവസം നോർമൽ ഡയറ്റ് ആയിരിക്കും. ഇതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഈ ഒരു 3 മെത്തേഡിൽ ഞാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്ത് തരുന്നത് 16/8 എന്നുള്ള ഒരു മെത്തേഡാണ്. ഇത് എത്ര നാൾ കഴിയുമ്പോഴാണ് പ്രോഗ്രസ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 to 4 വീക്സ് അത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ബെല്ലി ഫാറ്റിന്റെ ഒരു പ്രോഗ്രസ് വരുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എക്സസൈസും കൂടെ ചെയ്താൽ മാത്രമേ ബെല്ലി ഫാറ്റ് നല്ല രീതിയിൽ കുറയ്ക്കാനുള്ള ഒരു വിസിബിലിറ്റി നമുക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിന്റെ ഒരു 2 ആഴ്ചത്തോളം ആവാറായിട്ടുണ്ട്. എനിക്ക് ബെല്ലി ഫാറ്റ് വിസിബിളി കുറയാനുള്ള ഒരു ടൈം ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയട്ടെ, എന്റെ വെയിറ്റ് ഫാറ്റ് ലോസ് എനിക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മീൻസ് ഞാൻ 69 സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ മീൻസ് ഒരാഴ്ചയായപ്പോൾ എനിക്ക് 68.10 വന്നെത്തി. ഇനി ഈ ആഴ്ചത്തെ വെയിറ്റ് എത്രയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ എടുത്ത സമയത്ത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിരുന്നു, അടിപൊളിയായിട്ട് കൊണ്ടുപോയി. പിന്നെ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് ഇപ്പോഴാണ്. ശരിക്കും പറയട്ടെ, പെട്ടെന്ന് നമുക്ക് ആ റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ നോർമലി ഒരു വെയിറ്റ് കുറയുമ്പോൾ ആഴ്ചയിൽ 1/2 അല്ലെങ്കിൽ 1 കിലോ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളൊരു കണക്കിൽ വേണം പോകേണ്ടത് എന്നാണ് ഹെൽത്തി വെർഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഹെൽത്തി വെർഷനിലാണ് എനിക്കിപ്പോൾ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പറയുന്ന പോലെ ഓവർ ആയിട്ടൊരു വെയിറ്റ് ലോസ് അല്ല സംഭവിക്കുന്നത്. എനിക്ക് ആഴ്ചയിൽ 1 കിലോ തന്നെയാണ് വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു ഹെൽത്തി വെർഷനാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഹെൽത്തി വെർഷൻ ആണ്, പെട്ടെന്ന് വെയിറ്റ് കുറയുന്നത് കാണാനും പറ്റുന്നുണ്ട് എങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആയിരിക്കില്ല ഏറ്റവും കൂടുതൽ നല്ലത്. നമ്മൾ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നെങ്കിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തന്നെയാണ് നല്ലത്. ഇപ്പോൾ എനിക്ക് ഫസ്റ്റ് ഞാൻ 69 എത്തിയിരുന്നപ്പോൾ എനിക്കൊരു കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ നമുക്ക് വെയിറ്റ് വച്ചില്ലേന്ന്. എനിക്ക് വെയിറ്റ് വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ എനിക്ക് ആ വെയിറ്റ് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബെല്ലി ഫാറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. ചെറിയൊരു മാറ്റം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കാര്യം 2 ആഴ്ച ആയിട്ടുള്ളൂ, അതുകൊണ്ട് ചെറിയൊരു മാറ്റം മാത്രമേ എനിക്കത് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ എടുക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് എനിക്ക് ഫുള്ളായിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് വയറുണ്ട് എന്നുള്ള ഒരു സംഭവം എനിക്ക് തോന്നൽ വരുന്നത്. പക്ഷെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഇരിക്കുമ്പോൾ എനിക്ക് വയറ് ഫുള്ളാണ് എന്നുള്ളൊരു കാര്യം ഒരിക്കലും എനിക്ക് ഫീൽ ചെയ്യാറില്ല. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് ദിവസം എനിക്ക് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുറെ നാളിന് ശേഷമാണല്ലോ ഞാൻ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൂടെ നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് ഒരുപാട് കളയാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഈ 16/8 നമുക്ക് അഡ്വാൻസ് ചെയ്ത് നമുക്ക് കുറച്ചും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. 18/6 എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊണ്ടുപോയി 16/8 ആണെങ്കിൽ 18/6 എന്ന് പറയുന്ന മെത്തേഡിൽ 6 മണിക്കൂർ ചുരുക്കി നമുക്ക് ഫുഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന മെത്തേഡുണ്ട്. അതിനേക്കാളും കുറഞ്ഞു വരുന്നതുണ്ട്. അത്രയും ഡീപ്പായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ 16/8 എന്നൊരു മെത്തേഡെങ്കിലും എടുക്കുക. ഇപ്പൊ ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടികളുണ്ട്, ഇതാണ് എന്ന് പറയുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇപ്പൊ ജിമ്മിൽ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വാക്കിംഗ് ചെയ്ത് കഴിഞ്ഞാലും ഈ ബെല്ലി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാം. ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് വെയിറ്റ് കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ആർക്കും ഒരിക്കലും എനിക്കൊരു ബേർഡൻ ആണ് ഇതെന്ന് തോന്നില്ല. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഇനി എൻ്റെ മനസ്സിൽ വിചാരിക്കുന്നത്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കഴിഞ്ഞു, എൻ്റെ ടാർഗറ്റഡ് വെയിറ്റ് ഞാൻ കുറച്ച് കഴിഞ്ഞാലും ഞാൻ ഈ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇപ്പൊ രാവിലത്തെ ഫുഡ് കഴിച്ച്, ഉച്ചക്കത്തെ കഴിച്ച്, ഈവനിങ് കഴിച്ച്, എങ്ങനെയായാലും ഒരു 7 മണിക്കുള്ളിൽ ഞാൻ ഭക്ഷണം കഴിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള രീതിയിലായിരിക്കും ഞാൻ എൻ്റെ ഇനിയുള്ള ടൈം എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നത്. ഇൻ കേസ് പറ്റിയില്ല എന്നുള്ള ചില ദിവസങ്ങളിൽ മാത്രമേ ഞാൻ അങ്ങനെ ഉഴപ്പല്ല, എനിക്ക് പറ്റാതെ ഒരു ടൈം അഡ്ജസ്റ്റബിൾ ആവേണ്ടി വരുന്നുള്ളൂ.
അല്ലാത്ത പക്ഷം ഉറപ്പായിട്ട് ഞാൻ ഈ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് പിന്നെ പഴയ പോലെ കൂടും. ഇപ്പോൾ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോ ആ ഒരു കാര്യത്തിനെ കുറച്ചൊന്ന് ലിബറൽ ആക്കിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നേരത്ത് നോക്കുക. എപ്പോഴും ഒന്ന് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക, ആഴ്ചയിൽ ഒരു ദിവസം വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. വെയിറ്റ് കൂടുതലായി എന്ന് നമ്മൾക്ക് ഇപ്പോൾ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റിന് കൂടുതലായി എന്ന് കാണിക്കുമ്പോൾ നെക്സ്റ്റ് ആഴ്ച നമ്മൾ അതിനെ ഒന്ന് ബാലൻസ് ചെയ്ത് പിടിക്കുക. ഈ ഒരു രീതിയിൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നമ്മുടെ ലൈഫിൽ കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് 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 കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്യാൻ പറ്റുന്നവരുടെ കാര്യം പറയുന്നത് മാക്സിമം വർക്കൗട്ടും കൂടി ചെയ്യുക. ഈ ബെല്ലി ഫാറ്റിനുള്ള വർക്കൗട്ട് നല്ല രീതിയിൽ ചെയ്യാൻ നോക്കുക. ഫുൾ ബോഡി ചെയ്യുക, വെയിറ്റ് സ്ട്രെങ്തനിങ് ചെയ്യുക. പിന്നെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിൽ ഒരുപാട് ഓവറായിട്ട് അങ്ങ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകരുത്. കാർഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് കാർഡിയോ പോലത്തതുണ്ട്, കാര്യം വാക്കിംഗ് പോലത്തതും ജോഗിങ് പോലത്തതും പിന്നെ സൈക്ലിംഗ് പോലത്തതും ത്രെഡ്മിൽ പോലത്തതും ആയിട്ടുള്ള കുറച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന കാർഡിയോ ഉണ്ട്. അത് ആദ്യമൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ കിതപ്പായിരിക്കും. പിന്നെ പയ്യെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ബോഡി കുറച്ചും കൂടെ സ്ട്രെങ്ത് ആവുന്നത് നമുക്ക് പോകെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബെല്ലി ഫാറ്റും ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ആ ഒരു കോമ്പിനേഷൻ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫാറ്റ് സ്റ്റോറേജ് ആണ് ഈ പറയുന്ന ഈ ഫാസ്റ്റിംഗ് ടൈമിൽ എടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ സമയത്ത് നമുക്ക് ആ ഒരു ഫാറ്റ് ബേൺ ആ ഒരു ടൈം നടക്കുന്നത് കൊണ്ടാണ് പിറ്റേ ദിവസം നമുക്ക് വെയിറ്റ് നോക്കുമ്പോൾ വെയിറ്റ് കുറവായിട്ട് കാണിക്കുന്നത്. ചില ദിവസം ബ്ലോട്ടിംഗ് കാരണം ഈ പറയുന്ന പോലെ വെയിറ്റ് സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ബ്ലോട്ടിങ് എങ്ങനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതാണ് കേട്ടോ. എല്ലാവർക്കും ഉള്ളൊരു കോമൺ പ്രോബ്ലം ആയിരിക്കും ബ്ലോട്ടിങ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കുറച്ച് ഫൈബർ ഒക്കെ കഴിക്കുന്നതും നമ്മൾ ചില പ്രോട്ടീൻ കൂടുതൽ എടുക്കുന്നതും നമ്മുടെ ഫുഡിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ ബ്ലോട്ടിങ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതെങ്ങനെ മാറ്റാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പിന്നും ഞാൻ പറയാണ്, ഞാൻ വെയിറ്റ് ലോസിലാണ്. വെയിറ്റ് ലോസിന്റെ എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസിന് താല്പര്യമുള്ള എല്ലാവരും എൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയ്ക്കേ ഉള്ളൂ വിശേഷം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്ക് ബൈ.